ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ആലയത്തെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കണമേ, മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴേ കിട്ടിയിരിക്കുന്ന പുതിയ വെളിപാടില്ല. എന്താ സംഭവം? മറിയം മഹത്വത്തിന്റെ മാധ്യസ്ഥ. ഇന്ന് നാളെ ഞാൻ രാവിലെ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. മറിയം മഹത്വത്തിന്റെ മാധ്യസ്ഥ. നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥ അനുകൂലമായാലും ജീവിത കാലാവസ്ഥ പ്രതികൂലമായാലും നമ്മൾ വിജയിച്ചാലും തോറ്റാലും ദൈവത്തോട് പറയണത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മനസ്സിലായില്ലേ? അപ്പോഴെന്താണ് ഈ കനയിലെ കല്യാണത്തിലെ ദൈവം ആ പ്രാർത്ഥന ഏറ്റെടുക്കാൻ കാരണം എന്താണ്? മാതാവിന്റെ പ്രാർത്ഥനയാണ്. മാതാവ് എന്താ പ്രാർത്ഥിച്ചത്? അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞതല്ല, എനിക്ക് നിനക്ക് എന്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്നൊരു സൈലൻസ് അവിടെ ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ മറിയത്തിന്റെ പ്രാർത്ഥനയാണ്. എന്താണ്? നടക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇത് എനിക്ക് നിനക്ക് എന്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ സമയം സമാഗതമാകാൻ വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. എന്താണ്? അപ്പാ അങ്ങയുടെ പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നാണ് സമയം ചുരുക്കണേ. എന്താണ്? അത് 12:28 ഫോർമുല അനുസരിച്ചുകൊണ്ട് ഉടനെ സമയം ചുരുക്കും. എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത് യേശുവിന്റെ മഹത്വം ആദ്യ അടയാളമാണെന്ന് പറയുന്നില്ല. ശ്രുതികട യോഹന്നാൻ 2:11 യോഹന്നാൻ 2:11 യേശു